ഇന്ന് നമുക്ക് കുമ്പളങ്ങ കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്പളങ്ങ ചുമ്മാ കറി വെക്കുകയല്ല, മോരൊഴിച്ചുമല്ല, ഇച്ചിരി ഉണക്കമീൻ ചേർത്താണ് കറി വെക്കുന്നത്. ഒരു ചെറിയൊരു കുമ്പളങ്ങ 1/2 കിലോ പോലും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇത് കുമ്പളങ്ങ ചെത്താൻ ഭയങ്കര പാടാണ് കേട്ടോ. തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. ഇതൊക്കെ എങ്ങനെയാണോ സൂക്ഷിച്ച് ചെത്തിയില്ലെങ്കിൽ കത്തി തെറിച്ചു വന്ന് കയ്യെ കൊള്ളാനും സാധ്യതയുണ്ട്. അതുപോലത്തെ കട്ടിയാണ് ഇതിൻ്റെ തൊലിക്ക്. അപ്പം ഞാൻ ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ. വീഡിയോ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിതൊന്ന് ചെത്തി കഷ്ണങ്ങളാക്കി കഴുകി എടുക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുമ്പളങ്ങ വരവേ. ഇതൊരു പ്ലാവയിലാണ് കയറി കിടക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് കറി വെച്ച കുമ്പളങ്ങ ഇതേന്ന് പറിച്ചതല്ല, അത് വേറെ ഒരു കുമ്പളത്തേന്ന് പറിച്ചതാണേ. അത് കുഞ്ഞു കുമ്പളങ്ങയായിരുന്നു. ഇത് ഇച്ചിരി വലുതാണ്. കുമ്പളങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. കറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കുമ്പളങ്ങ എല്ലാം പാകത്തിന് ഉള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞു. ഇനി അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിടുവാണേ. ഇപ്പോൾ ഞാനിവിടുന്ന് പറിച്ചുകൊണ്ട് വന്നത് നല്ല പച്ചമുളക് 2 ഉള്ളായിരുന്നു. അതങ്ങോട്ട് അരിഞ്ഞിട്ടു. ഇനി ഇത് കറി വെക്കുന്ന ചട്ടിയിലോട്ടാക്കാം. ചട്ടിയിലോട്ടാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം, വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം. അടുപ്പയിലോട്ട് വെച്ച് മൂടി വെക്കാം. ഉപ്പൊന്നും ഇടുന്നില്ലേ, കാരണം ഉണക്കമീൻ ഇട്ട കറി വെക്കുന്നത്. ഉണക്കമീനിന് ഉപ്പുണ്ട്. അതിന് ഉപ്പ് പോരെങ്കിൽ മാത്രം ലാസ്റ്റ് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, ഉള്ളി, മുളക്, കാന്താരി മുളകാണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. കാന്താരി മുളക് എരിവിനാവശ്യമായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരു ഇച്ചിരി മതി കേട്ടോ, 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണിൽ താഴെ, അത്രയും മതിയേ. ഇതെല്ലാം കൂടെ നല്ലപോലെ ചാറിനരയ്ക്കുന്ന പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അതിനകത്തോട്ട് ഇച്ചിരി ജീരകവും കൂടി ഇട്ടിട്ടുണ്ടേ, അത് പറയാൻ മറന്നുപോയായിരുന്നു. ഇച്ചിരി ജീരകവും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഇനി ഇത് നമ്മുടെ ഉണക്കമീൻ ഇച്ചിരി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു 3-4 കഷ്ണം. ഇച്ചിരി വലിയ കഷ്ണമാണ്. ഇതിനി ചെറുതാക്കി അരിഞ്ഞ് വേണം ഇടാൻ. നല്ല ഉപ്പുള്ളതാട്ടോ. വെള്ളത്തിലിട്ടത് കൊണ്ട് ഉപ്പ് ചിലപ്പോൾ കുറച്ച് കുറയുമായിരിക്കും. നോക്കാം നമുക്ക് ലാസ്റ്റ്. ഇടയ്ക്കൊന്ന് നോക്കി. അപ്പോൾ കുമ്പളങ്ങ വെന്ത് വരുന്നുണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം പുളി, കുമ്പളങ്ങയ്ക്ക് ചെറിയ പുളിയുണ്ട്, എന്നാലും മീനിടുന്നതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് വേവട്ടെ. ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്ക് ഉണക്കമീനും കൂടി ഇട്ടു. കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടില്ല കേട്ടോ, വേവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉണക്കമീനും കൂടി ആകുമ്പോൾ ഒന്നിച്ച് രണ്ടും കൂടെ അങ്ങ് വെന്തോളും. ഉണക്കമീനും കൂടി ഇട്ടു. ഇനി നമുക്ക് മൂടി വെക്കാം.
മീനും കുമ്പളങ്ങയും ഒക്കെ നല്ലപോലെ വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത്. ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെയാണ് ചേർക്കുന്നത്. അത് മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പം തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പിടണം കേട്ടോ. ഇതിനകത്തോട്ടിടുന്ന കറിവേപ്പിലയാണ്. കുമ്പളങ്ങ വേവിച്ചപ്പം കറിവേപ്പിലയൊന്നും ഇട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പച്ചക്കറിവേപ്പില ഇടുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നല്ലപോലെ ഇവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. കാരണം 3-4 കഷ്ണമല്ലേ മീൻ ഇട്ടുള്ളൂ. അരപ്പും കുമ്പളങ്ങയും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഉപ്പ് പാകത്തിനായിട്ടില്ല. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടാവേ. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ചേർത്ത് ഇനി അവിടെ ഇരുന്നൊന്ന് നല്ലപോലെ തിളക്കട്ടെ. ഉപ്പൊക്കെ ചേർത്തിളക്കി. ഉപ്പൊക്കെ പാകമാണ്. നോക്കിയാൽ നല്ലപോലെ തിള വരുന്നുണ്ട്. ഉണ്ടോ? നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തേക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് കടുക് പൊട്ടിക്കാം. ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. ആവശ്യമുള്ളവർക്ക് കടുക് പൊട്ടിച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കും മൂടി. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയും ഉണക്കമീനും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണമെങ്കിൽ. ഉണക്കമീൻ വേണമെങ്കിൽ ഒരു 2-3 കഷ്ണം കൂടെ കൂടുതലിടാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാകും. ഇതാണ് നമ്മുടെ കറി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹാപ്പി ഓണം.